ഹലോ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ തമ്മിൽ കണ്ട പോലെ നമുക്കിന്നൊരു ജേണൽ റെഡിയാക്കി എടുത്താലോ? ഒന്ന് തുടങ്ങാം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ജേണൽ പേജസ് ആണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഒരു ജേണൽ എന്നാൽ മെയിൻ വേണ്ടത് ജേണൽ പേജസ് അല്ലേ? അപ്പോൾ നമുക്ക് അതിന് വേണ്ടി പണി തുടങ്ങിയാലോ? അതിനുവേണ്ടി ഇതുപോലെ A4 ഷീറ്റ്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. A4 ഷീറ്റ്സ് ഇതുപോലെ സെൻറ്റർ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതായത് 2 പേജസ് ഇപ്പോൾ കിട്ടിയില്ലേ? നമുക്ക് ഒരു A4 ഷീറ്റിൽ നിന്ന് 2 പേജസ് കിട്ടും. അങ്ങനെ നമുക്ക് കുറച്ച് അധികം തന്നെ A4 ഷീറ്റ്സ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക, ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്ര അധികം പേജസ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ അതിൻ്റെ 3 സൈഡ്സും ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുക. കത്രിക യൂസ് ചെയ്താൽ ഈ വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് തന്നെ ഇത് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ 3 സൈഡ്സും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പണിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ് കേട്ടോ. കാരണം നമുക്ക് നെഗൊന്നും അത്ര ലെങ്ത്തിലില്ലെങ്കിൽ നമുക്ക് നല്ല ചെറുതായിട്ടൊരു പെയിൻ തോന്നും. പക്ഷേ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഇതൊന്നും തോന്നില്ല കേട്ടോ. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് കുറച്ച് ചുളിവുകൾ വരുത്താം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എനിക്കെന്തോ ഒരു റിങ്കിൾസ് ഉള്ളത് വേണമെന്ന് തോന്നിയതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് മടക്കി ചുളുക്കി കൊടുക്കുക. അങ്ങനത്തെ എല്ലാം നിങ്ങൾ പറയുക. ഇതെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാലോ? അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ വിൻറ്റേജ് പേപ്പറായ ഒരു ബ്രൗൺ ഷെയ്ഡ് വേണ്ടേ? അതിനുവേണ്ടി കുറച്ച് വെള്ളത്തിൽ കോഫി പൗഡർ ഒന്ന് മിക്സ് ചെയ്തൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം ഇതുപോലെ പ്ലേറ്റിലേക്ക് നമ്മൾ സെർവ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മളുടെ പേപ്പേഴ്സ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അതും പെട്ടെന്ന് ചെയ്തെടുക്കണേ. ടൈം വൈകുന്തോറും പേപ്പർ സോക്കായി കീറിപ്പോവും. എൻ്റെ തന്നെ കീറിപ്പോയൊരു പേപ്പർ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതെല്ലാം ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് ഡ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പേപ്പേഴ്സൊക്കെ ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓപ്പൺ ചെയ്തിട്ടല്ലേ വെച്ചത്, എല്ലാം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോന്ന് ഫോൾഡ് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അധികം തന്നെ പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഞാൻ വിചാരിച്ചു ആദ്യം ഒരു 7 ബണ്ടിലാക്കി ചെയ്യാമെന്ന്. ഐ മീൻ ഒന്നിൻ്റെ ഉള്ളിൽ ഒരു 3 പേപ്പർ അങ്ങനെ വെക്കാമെന്ന്. പിന്നെ തോന്നി ഒരു 2-3 എന്നുള്ള ബണ്ടിലാക്കാമെന്ന്. കാരണം നമ്മൾ സ്റ്റിച്ചിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ത്രെഡ്സ് എല്ലാം പുറത്തേക്ക് എക്സ്പോസ് ആയി കാണും. ഫസ്റ്റ് നമ്മളിതുപോലെ 5-6 ഇതുപോലെയുള്ള ബണ്ടിൽസാണ് ചെയ്തത്. പിന്നെ അത് മാറ്റി. സോ നമ്മൾ വിചാരിച്ചു അവസാനം 3 ബണ്ടിലാക്കി ചെയ്യാമെന്ന്. അതാകുമ്പോൾ 3 സ്റ്റിച്ചേ പുറത്തേക്ക് കാണുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? എന്നിട്ട് എന്താ നമുക്ക് നെക്സ്റ്റ് പാർട്ട്, അതിന് ഒരു കവർ വേണ്ടേ? മെയിൻ കവറല്ല, ഉള്ളിൽ വെക്കാനുള്ളൊരു കുറച്ച് ഹാർഡായിട്ടുള്ളൊരു പേപ്പർ. അതിനുവേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളൊരു കട്ടിയുള്ള പേപ്പർ, അതായത് കേക്ക് ടോപ്പറിൻ്റെ പൗച്ചാ തോന്നുന്നു, അങ്ങനത്തെ കേക്ക് ടോപ്പർ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബുക്കിൻ്റെ ചട്ടെടുത്താലും മതിയാവും കേട്ടോ. ഇതുപോലെ 2 സൈഡ്സും അളവ് അനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയാലോ? ഇതിൻ്റെ മെയിൻ കവർ വേണ്ടേ? അതിനുവേണ്ടി നമ്മളിവിടെ കാർ സീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ലെതർ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഒന്ന് അളവിന് വെച്ച് കൊടുത്തിട്ട് നമുക്കതിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗൺ ആകുമ്പോൾ എനിക്കറിയാലോ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഞാൻ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ തന്നെയാണ് കേട്ടോ. അങ്ങനെ 2 സൈഡ്സും ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. വേണം നമുക്ക് കറക്റ്റ് അളവെടുത്തിട്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ എനിക്കെന്തോ ഇതുപോലെ ചെയ്യാനാണ് തോന്നിയത്. കാരണം ഇത് സ്കിഡായിട്ട് ഇതാവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് അളവനുസരിച്ച് ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി എന്താ ഗ്ലൂ ഗൺ വെച്ച് നമുക്കിതിൻ്റെ മെയിൻ കവറാക്കിയിട്ട് മാറ്റിയെടുക്കാം. അതിനുവേണ്ടി ആദ്യം 2 സൈഡ്സും ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി 2 പോർഷൻസും ഇതുപോലെ എക്സസ് ആയതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണ്ട രീതിയിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് അതിലേക്ക് പോയാലോ? ഞാൻ 4 പോർഷൻസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഗ്ലൂ വെക്കുന്നു, സ്റ്റിക്ക് ചെയ്യുന്നു. നമ്മളുടെ മെയിൻ സംഭവം ആണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇനി അതിൻ്റെ എക്സ്ട്രാ പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗം ഇതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് സൈഡും നമ്മളിതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിലൊരു കുഞ്ഞു പോർഷൻ എക്സ്ട്രാ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ മെയിൻ കവർ ഇവിടെ റെഡിയായി. നെക്സ്റ്റ് എന്താ, ഏജസ് റെഡിയാക്കണ്ടേ? അതിനുവേണ്ടി നമുക്ക് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് വേണ്ടേ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്കെയിലും പെൻസിൽ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. എങ്ങനെ അത് ചെയ്താലോ? ഇതുപോലെ കറക്റ്റ് 3 ബണ്ടിൽസിലും ആദ്യം ഒന്നിൽ നമ്മൾ കറക്റ്റ് നമ്മളുടെ ഐഡിയ അനുസരിച്ച് 2 സ്റ്റിച്ചാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഇതുപോലെ 4 സൈഡിലും ഓരോ മാർക്കിങ് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു പേപ്പറിൽ മാർക്ക് ചെയ്തു, എന്നിട്ട് ബാക്കി 2ലേക്കും അത് കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ മെയിൻ കവറിലും നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പ്രോപ്പർ സ്റ്റിച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ, നമുക്ക് ഓരോന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ
ഒരു ത്രെഡും നീഡിലും യൂസ് ചെയ്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ത്രെഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ നോർമൽ നമ്മൾ ഡ്രസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡില്ലേ, അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ 2-3 പ്രാവശ്യം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കട്ടിയിൽ പറ്റിയിട്ടിൽ കിട്ടും. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് പല ടൈമിലായതുകൊണ്ട് പല വെളിച്ചം നിങ്ങൾ കാണുന്നുണ്ടാവും കേട്ടോ. ഇത് ഒറ്റയടിക്ക് ചെയ്തതല്ല, പല ടൈമായിട്ട് ചെയ്തതുകൊണ്ട് പല തരത്തിലുള്ള വെളിച്ചങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇല്ലേ. ആദ്യം ഇതുപോലെ ഫസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, എന്നിട്ട് ടൈ ചെയ്യുക. അങ്ങനെ ഞാൻ ചെയ്യുന്നത്. കാരണം ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് അത് സ്റ്റിക്കായിട്ട് നിൽക്കും, ലൂസായിട്ട് വരില്ല. നമ്മൾ ത്രെഡ് യൂസ് ചെയ്യുന്നത് കാരണം ചിലപ്പോൾ ലൂസാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ടൈ ചെയ്ത് കൊടുക്കുക. എക്സ്ട്രാ പോർഷൻസ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് പോർഷനിൽ സ്റ്റിച്ച് കഴിഞ്ഞു. ഇതേപോലെ അടിയിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി 2 ബണ്ടിൽസ് പേപ്പർ കൂടെ ഇല്ലേ, അതും ഇതേ സെയിം മെത്തേഡ് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെ കവറിൽ 3 പെയേഴ്സ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് കാണാം. പിന്നെ നീഡിൽ ഫോഴ്സിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഫിംഗേഴ്സിലാവാതെ സൂക്ഷിച്ചോ കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിങ്ങനെയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് സ്ലോ ആയിട്ട് കാണിച്ചു തരാം, നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ആദ്യം ടൈ ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക, പിന്നെയും ടൈ ചെയ്യുക, കട്ട് ചെയ്യുക. ആ പ്രൊസീജിയർ റിപ്പീറ്റ്. പിന്നെ നല്ല സ്റ്റിച്ചിങ് മെത്തേഡ്സും ബൈൻഡിങ് മെത്തേഡ്സും ഒക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടുക. നിങ്ങൾക്ക് ഈ മെത്തേഡ് ഇഷ്ടമല്ലെങ്കിൽ ബൈൻഡിങ് മെത്തേഡ്സ് ഒക്കെ യൂട്യൂബിൽ നോക്കിയാൽ മതി. നല്ല മെത്തേഡ്സ് ഉണ്ട് അതിൽ കേട്ടോ. എനിക്ക് എളുപ്പമായി തോന്നുന്നത് ഞാൻ ചൂസ് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ ബാക്കി 2 പേജസും ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി എന്താ, ആ പേജസ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ വൈറ്റ് പോർഷൻസ് ഒന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സൈഡ്സിലും ഗ്ലൂ ഗൺ തന്നെ അപ്ലൈ ചെയ്ത് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ. അങ്ങനെ ജേർണലിൻ്റെ ഓൾമോസ്റ്റ് പണിയുടെ കഴിഞ്ഞു. ഇനി ഒരു ഫൈനൽ ടച്ചപ്പ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജേർണൽ ബുക്ക് ഇവിടെ റെഡി ആയി കിട്ടി. ഇനി ഒരു ഫ്രണ്ട് പോർഷൻ ഒന്നും കൂടെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു ബട്ടൺസ് ഒന്ന് ഗ്ലൂ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബട്ടൺസോ നിങ്ങളുടെ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ടൈ നിൽക്കണ്ടേ പേപ്പേഴ്സ്, നമ്മൾ ചെയ്ത് ജേർണലാരും കാണാതിരിക്കാൻ വേണ്ടി ഒന്ന് ടൈ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സെയിം നമ്മളുടെ കവർ ചെയ്തില്ലേ, ആ സെയിം മെറ്റീരിയൽ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ ഇത് ആദ്യം ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്, ഞാനത് വിട്ടുപോയതാണ്. അതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ സെയിം ലെതർ മെറ്റീരിയൽ തന്നെ ലെങ്ത്തിൽ കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ത്രെഡിന് പകരമായിട്ട് നമുക്ക് ടൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇതുണ്ടാക്കാൻ അത്ര എളുപ്പമാണ് എന്നൊന്നും ഞാൻ പറയില്ല, എന്നാലും കുറച്ചൊക്കെ എളുപ്പമാണ്. അത്യാവശ്യം ഇത് ട്രൈ ചെയ്തെടുക്കാനും ഒക്കെ അത്യാവശ്യം ടൈം എടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ എൻഡ് പോർഷനിൽ ഇതുപോലെ ഒരു ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ജേർണൽസ് ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഇതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാം. അതുവരേക്കും ബൈ.